السلام عليكم ورحمة الله وبركاته. أعوذ بكلمة الله شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من عذابه وعقابه ومن شر عباده ومن همزات الشياطين ومن خير الأسماء في الأرض والسماء. الحمد لله حمدا يوافي نعمه ويكافئ مزيدا إلى الله. وأشهد أن سيدنا محمدا أرسله بالهدى ودين الحق. والصلاة والسلام على أشرف آله وأصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بالتقوى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جاء الحق وزهق الباطل إن الباطل كان زهوقا. صدق الله مولانا العظيم. من أحدث في أمرنا هذا ما ليس منه فهو رد. وصدق رسوله الكريم. വന്യരായ സാദാത്തുക്കളെ, ഉലമാകളെ, മഹൽ വ്യക്തികളെ, സനദ് വാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന യുവ പണ്ഡിതരെ, സമസ്തയുടെ അനുഭാവികളും പ്രവർത്തകരുമായ ലക്ഷങ്ങൾ ഇവിടെ സമ്മേളിച്ച മഹൽ വ്യക്തികളെ, ഒരാളെ പേരും ഞാൻ പറയാതിരിക്കാൻ കാരണം ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയേണ്ടവരുണ്ട്. അപ്പോൾ നമുക്ക് സമയം വഴിയും. ഇവിടെയാണെങ്കിൽ അധികം സംസാരിക്കാനുള്ള സൗകര്യം കുറവാണ്. കാരണം ഒരുപാട് മഹൽ വ്യക്തികൾ ഇനിയും ഇങ്ങോട്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ അധ്യക്ഷ പ്രസംഗം നടത്തുക എന്ന ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ആളുകളെ ആരെയും പറയാതിരിക്കാൻ കാരണം. ഈ മഹത്തായ പരിപാടിയിൽ ഈ വാർഷികത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ അങ്ങേയറ്റം ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. വരുന്ന ജാമിയയുടെ യോഗത്തിലും നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ലക്ഷങ്ങളായും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം. നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നേതാക്കന്മാർക്കും നമ്മുടെ സഹായികൾക്കും ഡോക്ടർമാരെല്ലാം കൈയൊഴിക്കുന്ന ഈ വലിയ വലിയ സോക്കടുകൾ തൊട്ട് അവരെയും നമ്മളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അവസാനം കലിമത്തുത്തോടെ ഉറക്കച്ചിനി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ മഹത്തായിരിക്കുന്ന സ്ഥാപനമാണ് നമ്മളെ മുമ്പിലിരിക്കുന്നത്. ഒരു വിഭാഗം ഉലമാക്കളെ, എല്ലാറ്റിനും ത്രാണിയുള്ള ഉലമാക്കളെ വാർത്തെടുക്കൽ മുസ്ലിം സമൂഹത്തിന് ഫർള് കിഫയാണ്. ഇന്ന് സമസ്തയുടെ പല മഹാന്മാരും പ്രഗത്ഭന്മാരായി പണ്ഡിതന്മാരും വഫാത്തായിപ്പോയി. ആ സ്ഥാനത്ത് അത്ര അധികം ശക്തിയില്ലെങ്കിലും ഏതാനും ആ സ്ഥാനം കൈവരിക്കാൻ പറ്റിയ ആളുകളെ വാർത്തെടുക്കൽ മുസ്ലിം സമൂഹത്തിന് ഫർള് കിഫയാണ്. ഓരോ വ്യക്തിക്കും ഫർള് ഐനായ കാര്യങ്ങൾ അവൻ പഠിപ്പിച്ചോളണം. അത് പഠിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 10,000-ഓളം വരുന്ന മദ്രസകൾ ഇവിടെ നടത്തുന്നത്. ഫർള് ഐനായ കാര്യങ്ങളെ പഠിപ്പിക്കുന്നു. അത് മാത്രം പോരാ, ഇവിടെ ജനങ്ങൾക്ക് നല്ല ഉപദേശം നൽകാൻ നല്ല വാഴികൾ, സുന്നത്ത് ജമാഅത്തിന്റെ എതിര് പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾക്കുള്ള ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പണ്ഡിത നിര എക്കാലത്തും ഇവിടെ വേണം.
എന്ന് ബഹുമാനപ്പെട്ട ശരീഅത്ത് നിർദ്ദേശിക്കുന്നുണ്ട്. ആ മഹത്തായ ഉത്തരവാദിത്തം നിറവേറ്റാനാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയത്. 6000-ൽ പരം മഹാപണ്ഡിതന്മാരെ ഈ സ്ഥാപനത്തിൽ നിന്ന് വാർത്തെടുക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അതിന് പ്രവർത്തിച്ച, സഹായിച്ച, ചെയ്ത എല്ലാ ആളുകൾക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്കുള്ള ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അവരുടെ ദർജകൾ അല്ലാഹു തആല ഉയർത്തട്ടെ. ഒരു 80 കൊല്ലം മുമ്പ് തന്നെ കേട്ട് പരിചയമുള്ള മഹത്തായ സ്ഥാപനമാണ് സമസ്ത എന്നത്. അത് കേൾക്കാത്ത നാട് ലോകമുണ്ടോ എന്ന് സംശയമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ സഹാബത്തിന് വിഷയങ്ങൾ വരച്ചു കാണിക്കുകയുണ്ടായി. ഖത്ത ലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, ഞങ്ങൾക്ക് ഒരു നേർവര തങ്ങൾ വരച്ചു കാണിച്ചു. എന്നിട്ട് ആ വരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹാദാ സബീലുള്ളാഹ്, ഇതാണ് യഥാർത്ഥ വഴി. ആ നേർവര 2 സൈഡുകളിലും പല ജാതി വരകൾ വരച്ചു. ഹാദിഹി സുബുലൻ, ഈ പറയുന്ന വരകൾ ഇതൊക്കെ മറ്റു പല വഴികളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ആ ഓരോ വഴിയിലും ശൈത്താനുണ്ട്. ഈ നേരെ വരച്ച വഴി അല്ലാത്ത 2 സൈഡിൽ വരക്കപ്പെട്ട സകല വരകൾ കുറിക്കുന്ന വഴിയിലും ശൈത്താനുണ്ട്. യദ്ഉ ഇലൈഹി, ആ ശൈത്താൻ ആ ഓരോ പാർട്ടിയിലേക്കും ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയുണ്ടായി. ഈ നേർവര ഏത് എന്ന് ഒരു 85 കൊല്ലം മുമ്പ് കേരളത്തിൽ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരൊറ്റ വരയുള്ളൂ. ആ ഒരേ വരയാണ് ഇവിടെ സ്ഥിരീകരിച്ചു പോകുന്നത് മഖ്ദൂമിങ്ങൾ. ആ ഒരേ വരയാണ് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ പാർട്ടി ഇവിടെ പ്രവർത്തിച്ചു പോന്നത്. അങ്ങനെ ആ ഒറ്റ വരയായതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല, ഒന്നും പറയേണ്ടതില്ല. ആ നിലയ്ക്ക് കേരളം വളരെ അധികം നീങ്ങി. പിന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനിരിക്കുന്ന പല കാര്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് മൻ യഇശു മിൻകും ബഅദി, എന്റെ ശേഷം നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കതീറൻ, ധാരാളം ഭിന്നിപ്പുകൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. പല ജാതി ഭിന്നിപ്പുകൾക്ക് നിങ്ങൾ നേരിടേണ്ടി വരും. ആ സമയത്ത് ആ പല വരകൾ എല്ലാം ശരി എന്ന് പറഞ്ഞുകൂടാ. ഒറ്റ വര മാത്രമാണ് അതിൽ യഥാർത്ഥ വരയുള്ളത്. ആ സമയത്ത് വഅലൈക്കും ബിസുന്നത്തി, എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീൻ, എന്റെ സഹാബ കിറാമിന്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിച്ചോളണം. അതാണ് ആ സൂത്രമായ വര കുറിക്കുന്നത്. അതിനാണ് 17 സമയത്ത് ഫർള് നമസ്കാരത്തിൽ മുസ്ലിമീങ്ങളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ മുസ്തഖീമായ വഴിയിൽ നീ നിർവഴിയാക്കണം തമ്പുരാനെ. ആ പ്രാർത്ഥന മുസ്ലിം സമൂഹം ഒരു ദിവസം 17 പ്രാവശ്യം പ്രാർത്ഥിച്ചോണം എന്ന് ശരീഅത്ത് നിർബന്ധമായി കൽപ്പിക്കുന്നുണ്ട്. ചൊവ്വായ വഴിയിൽ നീ ഞങ്ങൾ നിർവഴിയാക്കണമേ. എല്ലാവർക്കും ബാധിക്കാലോ ഞങ്ങളാണ് ചൊവ്വ്, നമ്മളാണ് ചൊവ്വ് എന്ന്. ശരിയായ വഴിക്കാൽ നമ്മളാണ്. അതിന്റെ വിശദീകരണം അവിടെ ഖുർആൻ കൊടുക്കുന്നു. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത മഹത്തുക്കൾക്കുള്ള വഴി. ആരാണത്? മറ്റൊരായത്ത് വിശദീകരിക്കുന്നു. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ,
അവിടെ കഴിഞ്ഞുപോയ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇവർക്കുള്ള വഴിയാണത് എന്ന് 17 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോളണം എന്ന് ശരീഅത്ത് കൽപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ 921 വരെ ഒരൊറ്റ വരെ മാത്രമാണുള്ളത്. യാതൊരു പ്രശ്നവും അവിടെയില്ല. പിന്നീട് പുണ്യനബി പറഞ്ഞ വരകൾ കേരളത്തിലും വന്നു. ഈ നീർവരന്റെ സൈഡിൽ പല വരയും ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് യഥാർത്ഥം ദീനിന്റെ അതിലുകാര് എന്ന് അവർക്ക് വാദിക്കാൻ തുടങ്ങി. അങ്ങനെ വാദം വന്നു കഴിഞ്ഞാൽ എല്ലാം പാടെ ശരിയാവും എന്ന് തങ്ങൾ പറയണില്ല. ആ 73 സംഘമായി പിരിയുന്ന 72 സംഘം പുണ്യനബി പറഞ്ഞു കുല്ലുഹും ഫിന്നാർ, അവരെല്ലാം നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു സംഘം ഒഴികെ, അത് ഞാനും എന്റെ അസ്ഹാബും എന്തൊന്നിന്മേൽ നിലകൊള്ളുന്നത് അംഗീകരിച്ചു വരുന്നവർ. അപ്പം മറ്റ് കക്ഷികളെ, ദീനീ രംഗത്ത് വരുന്ന കക്ഷികളെ എതിർക്കണമെന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി നമ്മൾ പഠിപ്പിച്ചത്. അത് എതിർക്കാതെ വന്നാൽ ദീനൊക്കെ കലങ്ങിപ്പോയി. യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയില്ല. ഈ പാർട്ടിയൊക്കെ പറഞ്ഞത് ശരി എന്ന് വെച്ചാൽ അതിൽ ഒന്ന് മാത്രമാണ് ശരി. 73-ൽ 72 പേഴ്ചതാണെന്ന് മാത്രമല്ല കുല്ലുഹും ഫിന്നാർ, സകലം നരകത്തിലാണ് എന്ന് ആരാ പറഞ്ഞത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് ഹദീസങ്ങൾ പറയുന്നു ഇദാ വഹറത്തിൽ ബിദഅു, ഇങ്ങനെ പല ജാതി വരകൾ പ്രത്യക്ഷപ്പെട്ടാൽ, ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ടാൽ, വസക്കത്തൽ ആലിം, ആ കാലത്തുള്ള ആലിമ്യങ്ങൾ മൗനം ദീക്ഷിച്ചാൽ, ആ ആലിമ്യങ്ങൾ കഴിഞ്ഞി ഫഅലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെയും മലക്കുകളുടെയും സകല സാലിഹീങ്ങളുടെയും ശാപം അവർക്കുണ്ടാവുന്നതാണ് എന്ന് വളരെ ഗൗരവത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ സമൂഹത്തെ അറിയിക്കുകയുണ്ടായി. അങ്ങനെയുള്ള കാലഘട്ടം വന്നപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മല്ലക്കോയ തങ്ങൾ, അതുപ്രകാരം ബാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തങ്ങൾ തുടങ്ങിയുള്ള സാദാത്തുക്കളും ഉലമാക്കളും ചേർന്ന് ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ടൗണാളിൽ അവർ യോഗം കൂടി. അവസാനം അവര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹൽ സംഘടന ആ വരുന്ന കക്ഷികളെ എതിർത്ത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുസ്ലിമീങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ മഹാന്മാർ അതിന് സംഘടന ഉണ്ടാക്കി. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പം കർമ്മപരമായ വിഷയത്തിലും വിശ്വാസപരമായ വിഷയത്തിലും കടുമണി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ട്. അപ്പോൾ അവരെ അങ്ങനെ എതിർക്കുമ്പം ഇപ്പം അങ്ങനെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊക്കെ പാടെ അള്ളാഹു റസൂൽ അമ്മയ്ക്കണില്ലേ നമ്മൾക്കാട്ടിന്. ഓരോരുത്തരും അതിന്റെ തെറ്റുഭാഗം ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കുള്ള ഈമാൻ അമല് നഷ്ടപ്പെട്ടു പോകും. ഇവിടെ പുത്തനാശയക്കാർക്ക് ഇപ്പോ അധിക ആളുകളും പറയുന്നത് പുത്തനാശയക്കാരെ പറ്റി നവോത്ഥാനത്തിന്റെ പാർട്ടി, അവരാണ് നവോത്ഥാനക്കാര്. ഏത് നവോത്ഥാനമാണ് അവരുണ്ടാക്കിയെന്ന് ഒറ്റ ഉദാഹരണമായിട്ട് പറഞ്ഞില്ല. അവരുണ്ടാക്കിയ അനാചാരത്തിന് നവോത്ഥാനം എന്ന് പേരിട്ട് ഒരു നവോത്ഥാനത്തിന്റെ ജമ്മികളായിട്ട് പല ആളുകളും പറയുന്നതാണ് കേൾക്കാം. അവര് ഞങ്ങളുടെ ഭാഷയിൽ, ബഹുമാനപ്പെട്ട ഉലമാവിന്റെ ഭാഷയിൽ അവരെ പല അനാചാരം നടത്തിയ കക്ഷികളാണ്. അതിന് അവർ ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ തക്കതായ അർഹരായ പണ്ഡിതന്മാർ ഇത് സംഭവിച്ചില്ല. ഇതാണ് ഇവിടെ നടന്നത്. അങ്ങനെ അവര് പറഞ്ഞ 1-2 ഉദാഹരണങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തും. കാരണം സമസ്തന്റെ യോഗമാവുമ്പം സമസ്തക്ക് സുന്നത്ത് ജമാഅത്തിനെ പറയാൻ യാതൊരു നിവൃത്തിയില്ല. അത് പുണ്യനബി നിർദ്ദേശമാണ്. ആ കക്ഷികളൊക്കെ എതിർത്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം.
അതിനാണല്ലോ ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിച്ചത് തന്നെ. ഇവര് മെയിൻ ഒന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇബാദത്താണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. ഇവിടെ കോടാനുകോടി വസ്തുക്കൾ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആകാശങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ഭൂമി എല്ലാം ഉള്ള സൃഷ്ടിച്ച് കടകിന്റെ മണി വരെ, മണൽത്തരി വരെ. എന്തിനാണിത്? ഖുർആൻ പറഞ്ഞ് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചാണ്. നിങ്ങളെന്തിനാ പഠിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ പഠിച്ചത്. അതിന്റെ സൗകര്യങ്ങൾ ഈ കാണുന്ന ആകാശം, ഭൂമി, ചന്ദ്രനും ഈ മണൽത്തരിയും ഈ കടകിന്റെ മണി മുഴുവൻ അതിന്റെ സൗകര്യത്തിന് പഠിച്ചതാണ് ഖുർആൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇബാദത്ത്. ഇബാദത്ത് എന്നാൽ എന്ത് എന്നതിൽ പുത്തനാശയക്കാരും സുന്നത്തി ജമാഅത്തിന്റെ ആളുകളും വലിയ അഭിപ്രായ വ്യത്യാസത്തിലാണ്. അവര് ഇബാദത്തിന് പറയുന്നു പരോക്ഷമായ മാർഗത്തിൽ രക്ഷ ആശിക്കുകയോ ശിക്ഷ ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് ചെയ്യുന്ന വണക്കം. പരോക്ഷമായ മാർഗത്തിൽ രക്ഷ ആശിക്കുക, അതല്ലെങ്കിൽ ശിക്ഷയെ ഭയപ്പെടുക, ആ രീതിയിൽ ചെയ്യുന്ന വണക്കം. അള്ളാന്റെ ഭൂമിയിൽ ഒരൊറ്റ കുട്ടി പറയാത്ത അർത്ഥമാണത്. ഇബാദത്തിന് മെയിൻ ഇവിടെ ആവശ്യം ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തി ജമാഅത്തിന്റെ അർത്ഥം അള്ളാഹ് മഹാന്മാർ പറയുന്നത് അഖ്സാവായത്തുൽ ഹുദൂഇ വത്തദല്ലുലി ലിമൻ ലഹു ഔസാഫു റുബൂബിയ്യ. റബ്ബാണെന്നുള്ള വിശേഷണങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അങ്ങേയറ്റ താഴ്മയ്യ. അതിനാണ് ഇബാദത്ത് പറഞ്ഞത്. അതിവിടെ റബ്ബാകാനുള്ള ഔസാഫുള്ളത് ഏകനായ റബ്ബിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവന് മാത്രം ചെയ്താൽ ഇബാദത്ത്. അതെല്ലാ വേറെ ആളുകൾക്ക് ഈ റബ്ബാകാൻ പറ്റിയ ആളുകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരുക്ക് ഇബാദത്ത് വണക്കം ചെയ്ത് കബറിൽ പോകും. അപ്പൊ അഖ്സാവായത്തുൽ ഹുദൂഇ വത്തദല്ലുലി, അങ്ങേയറ്റ താഴ്മയോടുകൂടെ പ്രവർത്തിക്കുക. ആർക്ക്? റബ്ബാണ് എന്ന് വിശേഷണമുള്ളവന്. അപ്പൊ റബ്ബിന്റെ വിശേഷണമുണ്ട് എന്ന് മമ്പോർത്തങ്ങൾക്ക് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ച് വിശ്വസിച്ചുകൊണ്ട് തേടിയാൽ കബറിൽ പോകും. അങ്ങനെ റബ്ബിന്റെ വിശേഷണമൊന്നുമില്ല. റബ്ബുമായിട്ട് വലിയ സാമീപ്യമുള്ള മഹാന്മാരാണ് അവര്. അങ്ങനെയൊക്കെ അവരോട് ആവശ്യം തേടുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതാണ് സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ. ഇവർ പറഞ്ഞ് പരോക്ഷമായ മാർഗത്തിൽ രക്ഷ തേടുക, അതല്ലെങ്കിൽ ശിക്ഷ ഭയപ്പെടുക. പരോക്ഷ മാർഗത്തിൽ കൂടെ അങ്ങനെ വണക്കം ചെയ്യുക. അപ്പം പ്രത്യക്ഷമായ വഴിയിൽ അല്ലാതെ പരോക്ഷമായ വഴിയിൽ രക്ഷ ആശിക്കുക. ഇങ്ങനെ വന്നാൽ കാഫിറായി പോവും. അങ്ങനെ ഇവിടെ കോടാനുകോടി മുസ്ലിമീങ്ങൾ കാഫിറാണെന്ന് അവരെ വാദം കൊണ്ട് വരുന്നു. ശിരിക്ക് മുമ്പുറത്ത് പോയിട്ട് മറ്റോടത്ത് പോയാലും മൗലൂദ് ഓതിയാലും ഒക്കെ റബീഉൽ അവ്വലിന്റെ ഒന്നായതുള്ളൂ വമ്പിച്ച മൗലൂദുകളാണെന്ന്. ശിർക്കാണത്, കാഫിറായി പോവും എന്നാണ് അക്കക്ഷി പറഞ്ഞത്. അത് ഉണ്ടാക്കുന്ന നമ്മൾ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറ്റുമോ? അത് ഒന്ന് തന്നെ വേണം, ശിർക്കൊന്നും ആവൂല എന്ന് പറയണ്ടേ. അപ്പം പരോക്ഷമായ മാർഗത്തിൽ രക്ഷ തേടാൻ പാടില്ല. പ്രത്യക്ഷ മാർഗത്തിൽ രക്ഷ തേടുകയാണെങ്കിൽ അതൊട്ട് ഇബാദത്താവില്ല. കാരണം ഇബാദത്താകണമെങ്കിൽ പരോക്ഷമായ മാർഗത്തിൽ കൂടെ തേടണം. പ്രത്യക്ഷ വഴിക്ക് തേടിയാൽ ഇബാദത്തല്ല. ഇങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ബദർ യുദ്ധത്തിൽ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂജഹലും മകനൊക്കെ ഉണ്ട് ബദർ യുദ്ധത്തിൽ. അന്ന് മകൻ മുസ്ലിമായിട്ടില്ല. പാപ്പാന്റെ സൈഡ് തീവ്രവാദിയായിട്ട് മുശ്രിക്കായി നടക്കുന്ന കാലം ബദർ യുദ്ധത്തിൽ ഇക്രിമ ഒരൊറ്റ വെട്ട് മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ ഇക്രിമ വെട്ടി. മഹാന്മാർ രേഖപ്പെടുത്തും, രേഖകൾ ഉള്ളതാണ്. വെട്ടി
പെരടിക്കൊരൊറ്റ വെട്ട്. യുദ്ധത്തിന്റെ മധ്യത്തിൽ അങ്ങനെ ആ ഒരു കൈ പറ്റാണ് തൂങ്ങി ഒരു തോലുമ്മല് മാത്രമാണ് ആ പിടിച്ചുക്ക കൈ നിൽക്കുന്നത്. തോളാണ് വെട്ടിയല്, കൈ ഒന്നായിട്ടാണ് തമർന്ന് ഒരു തോലുമ്മൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുക. എന്നിട്ട് മൂപ്പര് മറ്റേ കൈയോട് യുദ്ധം ചെയ്തു. കുറച്ചാണ്ട് യുദ്ധം ചെയ്തപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്നത് വലിയ അതക്കെട്. ബഹുമാനപ്പെട്ടവര് നിലത്ത് വെച്ച് ചവിട്ടിയിലാണ് വലിച്ച് അവിടെ അറ്റുപോകാൻ. ജിൽദത്തും ജംബി, എന്റെ സൈഡിൽ ഒരു തോൽമൽ ബന്ധിച്ചു നിന്നു. അജിഹവനിൽ ഖിതാലു അൻഹു, അത് കാരണം എനിക്ക് യുദ്ധത്തിന് വലിയ പ്രശ്നമായി. അങ്ങനെ ഞാൻ ആ ദിവസം ഏതാനും യുദ്ധം ചെയ്തു. പിന്നെ സൗകര്യത്തിന് വേണ്ടി ആ കൈ ചവിട്ടി നറത്ത് കണ്ടിട്ട് അങ്ങനെ യുദ്ധം കഴിഞ്ഞു. ഇവിടെ പ്രത്യക്ഷമായ മാർഗത്തിൽ എങ്ങനെ ഈ കൈ ശരിയാക്കല്? പ്രത്യക്ഷ മാർഗത്തിൽ പോവുകയാണെങ്കിൽ ഇന്നത്തെ ഡോക്ടർമാരെ എന്നാൽ ഈ ഒരു കൈ പ്രത്യക്ഷ മാർഗത്തിൽ പോവുകയാണെങ്കിൽ ഡോക്ടറിനെ സമീപിക്കണം. ഇവിടെ ഒന്നും ഇന്ത്യയിലൊന്നും ഇല്ലെങ്കിൽ അമേരിക്കയിൽ പോകണം, അല്ലെ അതിന്റെ അങ്ങേപ്പുറത്ത് പോകണം. ഈ കൈ എന്ത് കാട്ടും? ഇപ്പൊ ഉള്ള പ്രത്യക്ഷമായ മാർഗത്തിൽ കൂടെ ഈ കൈ ദേഹത്തിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുമോ? ഡോക്ടർമാര് പറയുന്നു ഇതുപോലെ താമസിച്ചു യാതൊന്നും കഴിയൂല. പിന്നെ ഓർക്ക് മേലെ തല അവിടെ തുന്നി കെട്ടി തൂക്കി നടക്കും. അല്ലെ ആ കൈ നമുക്ക് ഒഴിവാക്കുകയാണ് നല്ലത്. പ്ലാസ്റ്റിക്കിന്റെ കൈ വെക്കാം. എത്തിനാ പ്ലാസ്റ്റിക്കിന്റെ കൈയോട് തങ്കിയാൻ കഴിയുമോ? അപ്പൊ പ്രത്യക്ഷ മാർഗം അത് തേടുകയാണെങ്കിൽ ഡോക്ടർമാരെ കാട്ടണം. എന്നിട്ട് ഓര് പറയണം ഇതുകൊണ്ട് കഴിയൂല, അത് വെറുതെ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇത് വെച്ചുതരാ എന്നാണ് ഇപ്പൊ ഇതിന്റെ പ്രത്യക്ഷ മാർഗം. ഇദ്ദേഹം ചെന്നിട്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷയം പറഞ്ഞു, എന്റെ കൈ ഇങ്ങനെയാണ്. ഫബസഖ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിൽ കൈമേൽ തുപ്പി. ഫലസഖത്ത്, അങ്ങനെയാണ് ഫിറ്റ് ചെയ്തപ്പോൾ ആ കൈ വളരെ ക്ലിയറായിട്ട് ഒട്ടി. അതിന്റെ അറ്റതായ ഞരമ്പുകളൊക്കെ റെഡിയായി വർക്ക് ചെയ്തു. ഇത് തള്ളാൻ വയ്യാത്ത രേഖകളെ കൊണ്ട് തെളിയിക്കപ്പെടാം. ബദറിലുണ്ടായ സംഭവമാണിത്. നിരവധി സഹാബത്തിന്റെ മുന്നിൽ പുണ്യനബിന്റെ അടുത്ത് ചെന്നിട്ട് ഇവിടെ പ്രത്യക്ഷ മാർഗമല്ലാത്ത പരോക്ഷമായ മാർഗത്തിൽ കൂടെ രക്ഷ തേടി. പുണ്യനബിന്റെ കയ്യൊന്ന് വയ്യ, ഇത് എന്താന്റെ കൈ? തങ്ങൾ തുപ്പി കൈയാണ് ഫിറ്റ് ചെയ്തു. പിന്നെ ഏത് കൈക്കാണ് എനിക്ക് വിഷമം വന്നത്? പിന്നെ എനിക്ക് സംശയമാണ്. മറ്റേ കൈ ഇതിനേക്കാൾ ഉഷാറ്. അപ്പൊ ഇവളെന്താ ചെയ്തത്? പരോക്ഷമായ വഴിക്ക് പുണ്യനബിയോട് നിരവധി സഹാബത്തിന്റെ മുന്നിൽ വെച്ച് മുആദ് റളിയല്ലാഹു അൻഹു സഹായം അഭ്യർത്ഥിച്ചു. പുണ്യനബിയെ പരോക്ഷ വഴിക്ക് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് കാഫിറായി പോകും, ഇതിന് മെനക്കടല് എന്ന് തങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ പ്രത്യേക തുപ്പുനീര് പേറ്റയാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തത്. പരോക്ഷ വഴിക്ക് രക്ഷ തേടി, പരോക്ഷ വഴിക്ക് രക്ഷ തേടിയാൽ ശിർക്ക് വരും. ഇതാണ് ഇവർ പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ വരിക നോക്കുക. ആരാ പണം മുശ്രിക്കാണ്? അള്ളാന്റെ റസൂലോ അതോ മുആദ് റളിയല്ലാഹു അൻഹു? ആരാ മുശ്രിക്കാകേണ്ടത്? ഈ ജാതി തോന്നിവാസം ആണ് അവർ പറഞ്ഞത്. അതാണ് ഇപ്പം ഇവിടെ സാധാരണ നവോത്ഥാനം എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നിരവധി സംഭവം ഹദീസിന്റെ കിതാബുകളുണ്ട്. അത് ചെയ്തവരൊക്കെ മുശ്രിക്കാകുകയാണ് എന്ന് പറഞ്ഞാൽ എന്താപ്പാ പറഞ്ഞത്? ഈ ഐക്യം പറഞ്ഞ ആളുകൾക്ക് ഓരോന്ന് പറഞ്ഞു നോക്കി. ഇവിടെ നിങ്ങൾ ഈ മുൻകാല മഹാന്മാരെ കാഫറാക്കുന്ന പണി ഒഴിവാക്കണം, അതും പറയണമല്ലോ. അപ്പം ഇതാണ് ഇവരിപ്പോൾ ചെയ്തത്. അതിനുവേണ്ടി സമസ്ത രൂപീകരിച്ച് ഗണ്ണിച്ചു. ഇനിയും അതേ ജാതി
ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ എതിരാളി കുന്തം കൊണ്ട് ഒരൊറ്റ കുത്ത് കണ്ണിന്. ഖത്താദ റളിയല്ലാഹു അൻഹു കണ്ണിന്റെ കൃഷ്ണമണി ഇങ്ങനെ തൂങ്ങി, കണ്ണിന്റെ ആ കൃഷ്ണമണി ഒന്നായി തൂങ്ങിയിണക്കുക. അവിടെ കൂടിയ ആളുകൾ പറഞ്ഞു, ഖത്താദെ ഞാൻ മുറിച്ചിട്ടാളാ, ഒരു നിവൃത്തില്ല, മുറിച്ചാളാണ്. ബഹുമാനപ്പെട്ട ഖത്താദ പറഞ്ഞു, ആ വർത്താനം ഇവിടെ പറയണ്ട, അള്ളാഹുവിന്റെ റസൂൽ മുറിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ മുറിച്ചോളൂ, അള്ളാഹുവിന്റെ റസൂൽ മുറിച്ചാൻ പറയട്ടെ, അപ്പൊ ഞാൻ മുറിക്കും. അപ്പൊ തങ്ങളെത്തി എന്ന് എല്ലാവരും കൊടുക്കും. അങ്ങനെയാണ് എന്റെ സ്ഥിതി. ഞാനൊരു യുവാവാണ്, ഞാനിപ്പോ പുതിയ പെണ്ണ് കെട്ടിയതാണ്. യുദ്ധത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ പോന്നാണ്. അവൾ സുന്ദരിയൊക്കെയാണ്. എനിക്ക് അവളായിട്ട് അങ്ങനെ കൂടുതൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അല്പസ്വല്പം ബന്ധപ്പെട്ട ഞങ്ങൾ തമ്മിൽ വലിയ യോജിപ്പിലാണ്. ഞാൻ പറഞ്ഞ് ഈ കണ്ണ് ചോളെത്തിക്കാൻ ചെന്ന അവസാനത്തിന്റെ ഹാല് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലാണ് തൊപ്പി, ഈ കൃഷ്ണമണിയാണ് ഫിറ്റ് ചെയ്ത് വെക്കും. ഫആദത്ത് കമാകാനത്ത് വകാനത്ത് അസഹൈനഹി, അയാൾ ആ കണ്ണ് മറ്റേ കണ്ണിൽ വളരെ റെഡിയായി. പരോക്ഷമായ മാർഗത്തിൽ കൂടി രക്ഷ തേടി. ആര്? ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു പുണ്യനബിയോട്, നിരവധി സഹാബത്തിന്റെ ഇടയിൽ പുണ്യനബിയോട് പരോക്ഷമായ മാർഗമാണത്. ഇവിടെ പ്രത്യക്ഷമായ മാർഗമാണെങ്കിൽ അന്നത്തെ ആസ്പത്രിയിൽ പോകണം. നമ്മൾ ഈ കാലഘട്ടത്തിലാണ് കോഴിക്കോട്ടോ ഇല്ല കൊയിലാണ്ടിയിലോ ഇവിടെ പോകണം. ഇതെന്താ അത് മെനക്കെട്ടിട്ട് കാര്യമില്ല കുട്ടിയെ. ഇങ്ങനെ കൃഷ്ണമണി തൂങ്ങിയത് ആണ് മുറിച്ചിട്ടാണ്. എന്നിട്ട് അവളെ വലിയ കൂട്ടാകുന്ന ഞാൻ വേറെ ഒരു നാണം കണ്ണി ഒരു പ്രാർത്ഥിക്കുന്ന കണ്ണുവെച്ചരാ. ഇതാ പ്രത്യക്ഷ മാർഗം. അതേ ചെയ്യാൻ പാടുള്ളൂ എന്നാ പകല് പറഞ്ഞത്. മൂപ്പര് ചെയ്തത് മുറിച്ചിടാൻ പറഞ്ഞ വർത്തമാനം പറയണ തങ്ങൾ പറയട്ടെ, അപ്പൊ നോക്കാം. തങ്ങളെത്തി എന്ന് ചോദിച്ചു നോക്കുമ്പേ മുറിച്ചേ അനങ്ങാൻ പാടില്ല, തുപ്പിയാണ്ട് വരട്ടെ ഫിറ്റിങ്ങാണ് ചെയ്തു. ഇതെന്താ നീ കാണുന്നത്? ഇമാം ബാവി തങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അബൂ യഅല ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദാറഖുത്നി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇബ്നു ഷാഹീൻ ബൈഹഖി ദലായിൽ വനഖലഹൽ ഹാഫിള് ഇബ്നു ഹജർ ഫിൽ ഇസാബ അൽ ഇസാബ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാമ സുയൂത്തി തങ്ങൾ ഹസായിസുൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തോട്ടുകിടുകയാണ്. അപ്പൊ ഈ ജാതി തോന്നിയാസം പറഞ്ഞാൽ ശരിക്കതിന് ഗണ്ണിക്കണം എന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. അതിന് വേണ്ടിയാണ് സമസ്തുണ്ടാക്കി. അപ്പൊ ഇത് അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല എന്നല്ല സമസ്തനോട് പറയേണ്ടത്. ഓരോട് ആ ജാതി പണി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറയാം. നിങ്ങൾ ആളെ മുശ്രിക്കാക്കരുത്, അതതിനവിടെ പറയണ്ടത്. അങ്ങനെ മഹാന്മാര് ഇതിനെപ്പറ്റി നല്ല കവിത തന്നെ എഴുതിയിട്ടുണ്ട്. ബദറീത്ത് എന്നൊക്കെ പറയുന്ന മൂല്യന്മാർക്കൊക്കെ പരിചയമുള്ള മൻ ഐനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനാഇ. ബദറീത്ത് മഹാനവർ പറഞ്ഞ് തവസ്സുല് ഖത്താദ റളിയല്ലാഹുവിന്റെ ബർക്കത്തുകൊണ്ട് തബ്ബയാനോട് ചോദിച്ചത്. പുണ്യനബിന്റെ ആ മനോഹരമായ കൈകൊണ്ട് മൂപ്പരെ ആ കണ്ണുകൾ ശരിക്ക് ഫിറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനത്തെ ഖത്താദിന്റെ ബർക്കത്തുകൊണ്ട് തമ്പുരാനെ ഈ രക്ഷപ്പെടുത്തണം. തവസ്സുലിങ്ങനെ ഇത് ചെയ്തവരെല്ലാവരും തോട്ടുപോയി എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ നിരവധി ഹദീസുകൾ പറയാണ്ട്. ഒന്നുകൂടി കൂടി ഞാൻ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിരവധി ഹദീസുകൾ ഉദ്ധരിച്ച മഹാനാണ്. നിരവധി ഹദീസുകൾ അത് ഉദ്ധരിക്കുന്നു. സമൂഹത്തിൽ നിരവധി ഹദീസ്. കാരണം മൂപ്പര് ബിസിനസ്സുകാരനല്ല. എന്റെ കുടുംബക്കാർ കുറെ അധികം കച്ചവടക്കാരാണ്. എന്റെ മറ്റ് ആളുകൾ അവർ കൃഷിക്കാരാണ്. അങ്ങനെ അധികം ഇരിക്കാവുന്നില്ല. ഞാൻ തങ്ങളെ ആ ഹദറത്തിൽ നിന്ന് ഹദീസ് പാഴാക്കുന്ന
പണിയാണ് എനിക്കുള്ളത് എന്ന് മഹാനവർ ഹദീസിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകൾ ഒരവസരത്തിൽ പറഞ്ഞു, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറൻ, ഒരുപാട് ഹദീസ് ദിനം പ്രതി ഞാൻ തങ്ങളെ വക്കന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അൻസാഹു, എനിക്ക് മറുതി വരേണ്ട സമയം അതൊക്കെ പാടാക്കിയിട്ട് ഒതുങ്ങണില്ല, മറതി വരണം, ഞാൻ മറക്കണുണ്ട് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് എനിക്ക് മറതി വരണുണ്ട്. തങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ശക്തി കൊണ്ട് രാത്രി ഒരുപാട് ഉറക്കളച്ച് പണിയെടുക്കും. തങ്ങൾ സ്പെഷ്യൽ പറഞ്ഞത് തഹജ്ജുദ് നിസ്കരിക്കൽ ഓരോറക്കം ഉറങ്ങിയിട്ടിന്റെ ശേഷമാണ് ഏറ്റവും നല്ലത്, ഓരോറക്കം ഉറങ്ങിയതിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് എന്ന് മൊത്തത്തിൽ ശരീഅത്തിന്റെ നിയമമാണ്. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞോട് എന്നോട് തങ്ങൾ ചില പ്രത്യേക സ്പെഷ്യൽ കാര്യങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്ന്, വഅൻ ഊത്തിറ ഖബ്ല അൻ അനാം, ഉറങ്ങണേന് മുമ്പ് വിത്രികരിച്ചണം. വിത്രിസ്കരി ഒരുറക്കം ഉറങ്ങിയിട്ട് ആണ് നല്ല തഹജ്ജുദിന്റെ പുണ്യം കിട്ടും. പക്ഷെ ഉറങ്ങണേന് മുമ്പ് വിത്രികരിക്കണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു. കാരണം മുപ്പര് പഠിച്ച് ഒരുപാട് പാതിരായിട്ട് 2 മണി 3 മണി പോകുമ്പോൾ കിടക്കാൻ കഴിയും. പിന്നെ അതിലാണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുബൈന്റെ മുമ്പ് ഉണരാൻ കഴിയാഞ്ഞാൽ തഹജ്ജുദ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഉറങ്ങിയതിന്റെ ശേഷം ഉറങ്ങണേന് മുമ്പ് വിത്രികരിച്ചാണ് എന്ന് മൂപ്പര് സ്പെഷ്യൽ പറഞ്ഞു. പഠനത്തിന്റെ ആ സമയത്തിന്റെ ശക്തി കൊണ്ട് ഏതാനും മൂപ്പര് പറഞ്ഞില്ല. ഹദീസൊക്കെ പാടെ മറക്കണിയാണ്. അത് ഇങ്ങനത്തെ ഈ സംവിധാനവും മറ്റൊക്കെ എഴുതി വെക്കാനുള്ള സംവിധാനവും മറ്റൊന്നുമില്ലല്ലോ, വല്ലാതെ മറക്കുന്നുണ്ട് എന്ന്. ഇങ്ങനെ മറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യക്ഷമായ വഴി എന്താണ്? ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ നാളെ വൈദ്യനെ കാണിക്കണം, വിവരം പറയണം. അങ്ങനെ ഞാൻ വല്ലാതെ മറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവനൊരു ചികിത്സ ചെയ്യും. ചില ലേഹങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങളോ ലേഹങ്ങളോ മറ്റോ നൽകും, ഇത് കഴിച്ചു നോക്ക്. അങ്ങനെ മർദ്ദിക്കുന്ന പ്രയാസമാണ് ഏതായാലും, അല്ലെങ്കിൽ ഈ അരിഷ്ടം കഴിച്ചോ എന്നൊക്കെ പറയും. അതാണ് അതിന്റെ പ്രത്യക്ഷ വഴി. അതാണ് ആ പ്രത്യക്ഷ വഴിയിൽ കൂടെ പോയാൽ മറുതി നിലനിൽക്കും. പക്ഷേ ഇവിടെ തങ്ങൾ ചെയ്തത് ഈ പ്രത്യക്ഷ വഴിക്ക് പോയിപ്പോ ഞാൻ മറക്കുണ്ടായി വഴിയുണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബ്സുത്രിദാഅക, അന്റെ ചുമലുള്ള ആ തട്ടം കണ്ടെടുക്ക്, അണ്ട് വിരുത്തത്. ഇപ്പൊ വസത്തുഹു, ഞാൻ തങ്ങളെ മുമ്പ് എന്റെ മുണ്ടാണ് പിരിച്ചു കൊടുത്തു. ഫഉറഫ ബിയദൈഹി, 2 കൈകൊണ്ട് തങ്ങൾ അയക്കങ്ങനെ ഭാരിട്ട് ആ തട്ടത്തേക്ക്. എന്നിട്ട് പറഞ്ഞു ഉമ്മഹു, അത് ഞാൻ ഒന്നായിട്ട് ആ മുണ്ട് തന്റെ നെഞ്ഞത്തേക്ക് ഉണ്ടാക്കിയ ആളാ. ഉപര് പറഞ്ഞു ഫമംതുഹു, അത് ഞാൻ തങ്ങളാ ചെയ്ത മാതിരി ഒന്നായിട്ട് നെഞ്ഞത്തേക്ക് ഉണ്ടാക്കി. ഫമാ നസീതു ശൈഅൻ ബഅദഹു, ആരാത് പറഞ്ഞത്? ഇമാം ബുഖാരി തങ്ങൾ സഹീൽ ഉദ്ധരിക്കുന്ന ഹദീസാത്. പിന്നെ ഒരു മറുതി എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ ഒരു തട്ടങ്ങൾ വിരുത്തിയിട്ട് പറയാണ്ട് ഭാര്യയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും അപ്രത്യക്ഷ മാർഗമല്ലത്. അതല്ല പ്രത്യക്ഷ മാർഗം. വൈദ്യരേക്ക് എന്നുകണ്ട് വല്ല ലേഹം വാങ്ങലാണ് പ്രത്യക്ഷ മാർഗം. മൂപ്പർ അതിനെനിക്ക് ഇടുന്നില്ല. അപ്രത്യക്ഷമായ വഴിയിൽ കൂടെ മൂപ്പർ ആവശ്യപ്പെടു, പരോക്ഷമായ വഴിയിൽ ആവശ്യപ്പെട്ടു. എനിക്ക് ആ മാർക്കിന് എന്താ കാട്ടണേ? തങ്ങൾ ചെയ്തു കൊടുത്താൽ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. ഇങ്ങനെ പരോക്ഷ മാർഗത്തിൽ കൂടെ രക്ഷ തേടിയാൽ ശിർക്കാവും എങ്കിൽ ഇവിടെ ആരാ മുശ്രിക്കാണ്? അബീ ഹുറൈറ, അത് അല്ലാഹുവിന്റെ റസൂൽ. ആരാപ്പത്? ഈ ജാതി തോന്നിവാസം പറഞ്ഞത് കൊണ്ടാണ് സമസ്ത ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ച് ഹറഫൻ ബി ഹറഫ് ഗണ്ണിക്കണവരെ നിർച്ചാക്കിയത്. പുണ്യ നബി ഓർഡറാക്കിയതാണ്. അല്ലെ ഇവിടെ ഇമ പേശൂല്ലേ? ലക്ഷക്കണക്കിൽ ആളുകളെ ഒന്നായിട്ട് മുശ്രിക്കാകുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമല്ലോ.
അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുലമ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ നിരവധി വിഷയം ഇവിടെ സംസാരിക്കാനുണ്ട്. പക്ഷേ സമയം വഴുകിപ്പോകും എന്നുള്ള നിലക്ക് ഞാനത് തൽക്കാലം ചുരുക്കുകയാണ്. പിന്നെ ഇസ്തിഗാസ, തങ്ങളോട് മറഞ്ഞ വഴിക്ക് ശിഫനെ തേടി പരോക്ഷ മാർഗത്തിൽ കൂടെ. എന്നാ ശിർക്കാവെന്ന് പറഞ്ഞാൽ ഈ ആളൊക്കെ ശിർക്കാണോ? നേരെ മറിച്ച് പ്രത്യക്ഷ വഴിക്ക് തേടിയിട്ട് കാര്യമില്ല. എത്താ കാട്ടണത്? പ്രത്യക്ഷ വഴി എന്ന് പറഞ്ഞാൽ ഡാക്ടർമാർ ചെന്ന് തുന്നി കെട്ടുക. എത്താ കൊണ്ട് ഈ കൈ വേറിട്ട കൈകൊണ്ട് പരോക്ഷ വഴിക്ക് തേടിയെങ്കിൽ ഇവിടെ രക്ഷപ്പെടുള്ളൂ. പ്രത്യക്ഷ വഴിക്ക് തേടിയിട്ട് കാര്യമില്ല. ആ തൂട്ടുകൊണ്ടേ ക്ഷാറിയുള്ളൂ. അപ്പൊ പരോക്ഷ വഴിക്ക് പുണ്യനബിയോട് തേടി തങ്ങൾ ചെയ്തു കൊടുത്തു. അതിന് ഒരു തരക്കളുമില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ പുണ്യനബിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു റിവാക വ അഹ്തമി ബിഹിമാക. അങ്ങനെ നീണ്ട ബൈത്ത് പുണ്യനബിയെ ഇസ്തിഗാസ ചെയ്തിട്ട് അങ്ങനെ ബൈത്ത്. ആരാത് പറഞ്ഞത്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി ബഹുമാനപ്പെട്ടവരാണ് പറഞ്ഞത്. എന്ത്? ഞാൻ തങ്ങളെ ഖബറിന്റെ അടുത്ത് എന്നിട്ട് ഇസ്തിഗാസ ചെയ്യും. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ, ഏ പുണ്യനബിയെ നിങ്ങളെ ഉദ്ദേശിച്ച് വന്നതാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ തൃപ്തി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കാവൽ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. ഇത് മുശ്രിക്കാകുകയാണെ ആരതാണ്ട് അബൂ ഹനീഫെ? ലോക മുസൽമാൻ, ലോക പണ്ഡിതന്മാർ ബഹറുമിൻ ബിഹാരിൽ ഇൽമി, ഇൽമിന്റെ കടലാണ് അബൂ ഹനീഫ. ഹനഫി മദ്ഹബിന്റെ നേതാവാണ് അദ്ദേഹം എന്ന് മഹാന്മാർ പ്രഖ്യാപിച്ചതാണ്. ആ അബൂ ഹനീഫന്റെ ഇരുത്തി ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ ഇന്നീല അത്തബറുത്തു ബി അബി ഹനീഫ, അബി ഹനീഫന്റെ ഖബറിലെടുത്ത് ചെന്ന് ഞാൻ ബർക്കത്തെടുക്കും. മൂപ്പര ഖബറിലെടുത്ത് ഞാൻ പോവും. ഫീ കുല്ലി യൗമിൻ യഅനി സായിറൻ, സിയാറത്തിനാണ് ദിനം പ്രതി അബൂ ഹനീഫന്റെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യും. ഫൈദാ അറദത്ത് ഹാജത്തുൻ, എനിക്ക് പ്രത്യേകമല്ല വിഷയം വന്നാൽ സല്ലൈതു റക്അതൈനി, അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് വജിഅതു ഇലാ ഖബരിഹി, മഹാനവറുകൾ ഖബറിൽ എത്തിക്കാണ് ചെല്ലും. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, അവിടെ വെച്ച് എനിക്ക് ഇന്ന് നിറവാറണം മഹാനവറുകളുടെ ബർക്കത്തുകൊണ്ട് തമ്പുരാനെ എന്ന് ഞാൻ ദ്വാരക്കും. ഫമാ തബ്അദു അന്നി ഹത്താ തുഖ്ളാ, ആ ആവശ്യം നിറവേറൽ വളരെ വിദൂരമല്ലാത്ത ടൈമിൽ എനിക്ക് ആ ആവശ്യം നിറവേറും. ഇങ്ങനെ ഞാൻ ദിനം പ്രതി അബൂ ഹനീഫയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ട്. താരീഖ് ബഗ്ദാദ് നോക്ക്, 123. അപ്പോൾ ഇവിടെ ഇപ്പം ആരാ മുശ്രിക്കാണ്? ഇമാം ഷാഫിയോ? തങ്ങൾ ഇവിടെ കുറെ ആളുകൾക്ക് സനത് കൊടുക്കാൻ നിൽക്കുകയാണ്. ഇമാം ഷാഫി പറഞ്ഞ ആരാ അവിടെ ഉണ്ടോ? പുണ്യനബി സനത് കൊടുത്ത ആളാണ് ഇമാം. നമ്മളെ ഷാഫിയാക്കളുടെ ഇമാമ്, മറ്റേ ഹനഫി ഇമാമിനെയാണ് മുപ്പ ചെല്ലല് സിയാറത്തിന് വേണ്ടി. ഷാഫി ഇമാമ് മൂപ്പർക്ക് സനത് കൊടുത്ത പുണ്യനബിയാണ്. എന്താ ഈ സനദിന്റെ ആകത്തുക? ഇവൻ നല്ല വിവരമുള്ളവനാണ്, ഇവൻ അംഗീകരിക്കാൻ പറ്റും, ഇവന് നേതൃത്വത്തിന് പറ്റും എന്നാണ് ഈ സനദിൽ എഴുതുന്നത്. അതാണ് ഈ സനദിന്റെ ആവശ്യം. പുണ്യനബി ഷാഫി ഇമാം ഷാഫിക്ക് തങ്ങൾ കൊടുത്ത് ആലിമു ഖുറൈശ യഅ്തി ഫീ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ വരണുണ്ട് ആലിമു ഖുറൈശിയൻ, ഒരു ഖുറൈശി പണ്ഡിതൻ. യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകം ഒട്ടുക്ക് ഇൽമു നടക്കും. അങ്ങനത്തെ ഒരു പണ്ഡിതൻ ഇവിടെ വരുന്നുണ്ട് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു. ബഹുമാനപ്പെട്ട
ബഹുമാനം ഇമാം ഷാഫിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഷാഫി ഇമാം വരുന്നതിന് മുമ്പ് എന്നെ ബഹുമാനപ്പെട്ടവർക്ക് സനത് കൊടുത്തു. ഇങ്ങനൊരു മഹാൽ വ്യക്തി ഇവിടെ വരുന്നുണ്ട് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനാണ് പറഞ്ഞത്, എനിക്ക് വല്ല ആവശ്യം നേരിട്ടാൽ ദിനം പറഞ്ഞ് ഞാൻ അബൂ ഹനീഫന്റെ ഖബർ സിയാറത്ത് ചെയ്യും. വല്ല പ്രത്യേക വിഷമം പ്രശ്നം വന്നാൽ ഞാൻ അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ച് മുമ്പ് ഖബറിന്റെ അടുത്ത് കണ്ടി എന്താണ് വരക്കും. പിന്നെ അത് തീരാത്തൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ പാരാ കാപ്പുറാണ്ട് വെടുക്കല് ഈ ജാതി വാദങ്ങളെയാണ് ഇവിടെ ഗണ്ണിക്കപ്പെടുന്നത്. അത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, അല്ലെങ്കിൽ ഐക്യത്തിനെതിരാവും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കുക വേണ്ടി അത് സമസ്ത സമ്മതിക്കൂല. അതാണ് അജക്കേട്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് സമ്മതിക്കൂല. അതിനെന്ത് കാട്ടും നമ്മൾ? അപ്പം ഇവിടെ പിഴച്ച പാർട്ടി എതിർക്കണം. അവര് ഇപ്പോൾ പല നിലക്കും അവർ തന്നെ 3 കണ്ടായില്ല പറഞ്ഞത്. മരിച്ചോലെ സഹായിക്കും, മരിച്ചോലെ പോയി സഹായിക്കണമൊക്കെ ചെയ്ത് ഹയാത്തുള്ളവർ അവരെയും സഹായിച്ചു, മരിച്ചോലെയും സഹായിക്കും. പിന്നെ ഇപ്പൊ പെണ്ണുങ്ങളെ പ്രശ്നമാണ് അധികം ചർച്ച ചെയ്യാനുള്ളത്. പെണ്ണുങ്ങൾക്ക് രക്ഷയില്ല. ഓർക്ക് പുറത്തിറങ്ങാൻ വെയ്യ, ഓർക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ വെയ്യ, ഓർക്ക് ഒരു ഓട്ടോറിക്ഷ കയറാൻ വെയ്യ. ഒക്കെ ബലാത്സംഗം ചെയ്ത് പോയി പോവുകയാണ്. അത് വലിയ പ്രശ്നമായി. ഇപ്പൊ ചിലവര് പറഞ്ഞത് ഓല് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോണ പെണ്ണിനെ ഒഴിവാക്കണം. അവർക്ക് വീട്ടുപണി മാത്രം, ഒരു പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ചിലവര്. ചില ആളുകൾക്ക് അവിടെ ചർച്ച ചെയ്യണത് അങ്ങനെ ബലാത്സംഗം ചെയ്താൽ എന്താ ശിക്ഷ കൊടുക്കേണ്ടത്. ചിലവര് വേണേ കൊല്ലണം എന്ന് പറഞ്ഞവരുണ്ട്, ചിലവർക്ക് വല്ല മണി ഉടച്ചു വിടണം എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ പണിയെടുക്കരുതോന്നു. ഇങ്ങനെ പല അഭിപ്രായത്തിലും ഈ കക്ഷക്കാലം എവിടുന്ന് വന്നതാണ് അത് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ മുൻകഴിഞ്ഞ ഉലമാ വളരെ ഭദ്രമായി അവരെ ഇവിടെ സൂക്ഷിച്ചു നിർത്തി. ഇടകലർന്ന വിദ്യാഭ്യാസം പാടില്ല എന്നാ സമസ്ത പറഞ്ഞത്, സമസ്തന്റെ ഉലമാക്കൾ പറഞ്ഞത്. ആണും പെണ്ണും ഇടകലർന്ന് വിദ്യാഭ്യാസം പാടില്ല. എപ്പോഴും സമസ്ത പറയും അങ്ങനെ ഇടകലർന്ന് വിദ്യാഭ്യാസം പാടില്ല. അങ്ങനെ അതിനിറക്കമൊന്നും നാട്ടാൻ പറഞ്ഞ ഇങ്ങനെ പോയി 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 ഈ വമ്പിച്ച ഈ അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഉലമാക്കള് പറഞ്ഞത് കേട്ടില്ല, ഓല പരിഹസിച്ച്. ഒരു സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാണ് കുഞ്ഞള്. ആര്യം എങ്ങനെയൊക്കെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ് എത്ര എഴുത്തും വായന ഇവിടെ പഠിപ്പിച്ചു പോയി. പക്ഷെ ഇവിടെ പറഞ്ഞത് അവര് പറഞ്ഞത് ഈ മിശ്ര പഠനം, ആണും പെണ്ണും വലിയ വലിയ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി മിക്സായിട്ടുള്ള പഠനം പറ്റൂല. എപ്പോഴും ഞങ്ങൾ പറഞ്ഞത് തന്നെ പറ്റൂലത് തെറ്റാണ്, തെറ്റാണ്. പിന്നെ അപ്പൊ അതൊരു രംഗത്തിറക്കി. അപ്പൊ അവര് വളരെയധികം നവോത്ഥാനത്തിന്റെ ആളുകളാണ്, വിദ്യാഭ്യാസം ഉണ്ടാക്കിയവനാണല്ലോ, നല്ല നവോത്ഥാനമാണ് അവർ ചെയ്തത് എന്ന് ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ പറയണത് സ്ത്രീകൾക്ക് ഹറമിൽ വരുന്നതിനേക്കാൾ ഉത്തമം വീടാണ്. ഡോക്ടർ സുദൈസ് മക്ക ഹറമിൽ വന്ന് പുരുഷന്മാരുമായി ഇടകലരുന്നതിനേക്കാൾ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമമെന്ന് മസ്ജിദുൽ ഹറം ഇമാമും ഖത്തീബും ഹറം കാര്യവകുപ്പ് തലവനുമായ ഡോക്ടർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസ് പറഞ്ഞു. മാതൃഭൂമി ആഗസ്റ്റ് 12 ഞാൻ 2012 ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കത്തെ വലിയ ഇമാമും അവരെ ഹറമിന്റെ വലിയ നേതാവ് അയാള്. സ്ത്രീകൾക്ക് ഇത് ഗുണമില്ല കേട്ടോ. അവിടുത്തെ ഹുത്തുബകളിൽ ഇടക്കിടക്ക് നടക്കുന്നത് നമ്മളിവിടുന്ന് പോണ പോയത്തക്കാര് മക്കത്തെ ആണും പെണ്ണും ജുമാക്ക് സ്ത്രീകളെ വരണില്ല. ഇത് ആ സാധു മനസ്സിലാക്കുന്നത്. അവിടെ ഹുത്തുബോൾ ഓതിലും അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞു എന്തിനാ നിങ്ങളോട് വരണത്, അവർക്കത് ഉത്തമമില്ല. ഇപ്പോൾ നടന്നത് മുജാഹിദിന്റെ യോഗത്തിൽ അവര് കള്ളത്തരം ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളെല്ലാം അറിയില്ലോ, പൊതുജനങ്ങൾക്ക് അറിയില്ലോ. ഹദീസ് ഓതി അവിടുത്തെ സെക്രട്ടറി ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്,
അള്ളാന്റെ അടിമ പെണ്ണുങ്ങളെ, അള്ളാന്റെ സ്ത്രീകളെ നിങ്ങൾ പള്ളികൾ തടയരുത്. കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടുണ്ടായത് ഇവിടെ ഓതിയില്ല. വബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, അവരെ വീടാണ് അവർക്ക് ഏറ്റവും ഉത്തമം. പക്ഷെ എന്റെ കാലഘട്ടത്തിൽ വളരെ സുരക്ഷിതമായ കാലഘട്ടം ആയതുകൊണ്ട് ഓലങ്ങൾ മെനക്കെട്ട് വരികയാണെ തടയണ്ട. പക്ഷെ അവർക്ക് ഏറ്റവും പുണ്യ വീടാണ്, അത് ഓതുന്നില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ് മാത്രം. അതിന്റെ ബാക്കി വബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, അവരെ വീടാണ് അവർക്ക് ഏറ്റവും ഉത്തമം. അതാണ് ഇക്കവേ എന്തിനാ നിങ്ങൾ വീട്ടിൽ വരേണ്ടത്? വേറെ ഖുത്ബയിൽ ഒരു ആള് ഖുത്ബ ഓതിയത് അവരെ പ്രസിദ്ധീകരിക്കുന്ന പേപ്പറിൽ തന്നെ ഒന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. അയാൾ ചോദിക്കുന്നത്, നിങ്ങൾക്കൊന്നൊരു ഉത്തരവാദിത്തപ്പെട്ട ആളില്ലേ പെണ്ണുങ്ങളെ? നിങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലേ? നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് മുത്തവല്ലി ഉമ്മൂറില്ലേ? ആരാ നിങ്ങളുടെ കയറൂരി വീഴുന്നത്? പുണ്യനബി ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന് പറഞ്ഞിരിക്കവേ എന്തിനാ ഞങ്ങളോട്ട് വരണത്? ഞങ്ങൾക്ക് മനസ്സിലാകണത് ഇവിടെ മസ്ജിദുൽ ഹറാമിന്റെ വാതിക്കൽ നല്ല തിരക്കാണ്. അപ്പൊ ആണും പെണ്ണും തിരക്കാനുള്ള കമ്പത്തിന് ഞങ്ങൾ വരേണ്ടത്? അതുപോലെ ഇവിടെ സ്വറക്കാനോ? അതോ ബഹുമാനപ്പെട്ട ദീൻ ഉദ്ദേശിച്ചാണോ? ദീൻ ഉദ്ദേശിച്ച വരെ പോണം. അതാണ് അയാൾ പ്രസംഗിക്കുന്നത്. സമസ്തന്റെ ഒറിജിനൽ വാദങ്ങൾ ഇവര് തന്നെ ഒന്ന് പറഞ്ഞത് ഒന്നുകൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈദ്ഗാഹ് ഉണ്ടാവുമല്ലോ, നമ്മൾ പറഞ്ഞ ആ തൊടുവിൽ പോയി നിസ്കരിച്ചാൻ പാടില്ല, പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം, പെരുന്നാൾ നിസ്കാരം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ജമാഅത്തിനാണ് ഇവര് ഈദ്ഗാഹും മറ്റും വർഷമൊക്കെ പാടെ സംഘടിപ്പിച്ചിട്ട് വലിയ വലിയ പെണ്ണുങ്ങളും മറ്റും വർഷമൊക്കെ അവിടെ വരും, അവിടെ കോഴിക്കോട്ടും മറ്റും. അപ്പൊ കോഴിക്കോട് ഒരു ഈദ്ഗാഹിൽ പങ്കെടുത്ത ഒരു സമൂഹത്തെ പറ്റി അവര് തന്നെ അവർക്കുള്ള അൽമനാറിൽ എഴുതുന്നത്, അവരെന്തിന് പള്ളിയിൽ വരുന്നു? കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ നിന്ന് വലിയ പെരുന്നാൾ നമസ്കാരവും പ്രമുഖ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. കണ്ടപ്പോൾ നെടുങ്ങിപ്പോയി. ആരാ പറഞ്ഞത്? മുജാഹിദ് പറഞ്ഞു. കണ്ടപ്പോൾ നെട്ടിപ്പോയി എന്നാ പറഞ്ഞത്. മതബോധമുള്ള ഏതൊരു മുസ്ലിമിന്റെയും മനസ്സാക്ഷിയെ ഉർണപ്പെടുത്തുന്ന ചിത്രം. അണിഞ്ഞൊരുങ്ങി ഫാഷൻ പരേഡിന് ഇറങ്ങിയ അത്യാധുനിക മഹിളകളെന്ന് ചിത്രം കാണുന്ന മാത്രയിൽ ആർക്കും തോന്നുകയുള്ളൂ. പള്ളിയിൽ കയറി ദൈവപ്രാർത്ഥനയും നടത്തി ഒരു സാരോപദേശ പ്രസംഗവും കേട്ടു പുറത്തിറങ്ങിയ ഭക്തകളുടെ കോലം ഇങ്ങനെയാണെങ്കിൽ അവരെന്തിന് പള്ളിയിൽ വരുന്നു? ഇതൊക്കെ ഉണ്ടാക്കിയവരാം മഹാന്മാരായ മുൻകാല മഹാൻ പണ്ഡിതന്മാർ. അവർ കല്യാണം കഴിക്കൽ തന്നെ രാത്രിയാണ്. വ്യാപകവും പേരുടെ കയ്യിനോടത്തുള്ളൊരു മറവിലാകട്ടെ എന്നുള്ള നിലക്ക് അത് പരിഷ്കരിച്ചു പോയി. അങ്ങനെ കിടകലർന്ന പഠനം തീരെ പാടില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞു. തെറ്റുവിരോധി. അപ്പം അവർ എഴുത്തും വായനത്തിന് വിരോധികളാണ്. പെണ്ണുങ്ങളെ അടുക്കള പുശുക്കളാക്കണമെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. പെണ്ണുങ്ങളെ രംഗത്തിറക്കിക്കൂടാന്നാപ്പം പഴയ പണ്ഡിതന്മാർ പറയുന്നത്. ഇങ്ങനൊക്കെ പറഞ്ഞ പോലെ ഉത്തരവിട്ടു. ഇന്ന് വലിയ പ്രശ്നമായിക്കൊണ്ട് പെണ്ണുങ്ങൾക്ക് നടക്കാൻ വയ്ക്കാന്നാ പറഞ്ഞത്. ഇങ്ങനെ ഓരോ വിഷയവും ബഹുമാനപ്പെട്ട മുൻകാല മുസ്ലിമീങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചതിന് എതിരായി വന്നാൽ വലിയ അപകടം ഉണ്ടാവും. ഖുർആൻ ആണ് പിടിക്കുന്നത് എന്ന് അവർ പറയും. ഖുർആൻ ഒന്നും അവർ പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين മുഅ്മിനീങ്ങളെ വഴിയല്ലാത്ത മറ്റൊരു വഴി അവർ തേടിയാൽ നുവല്ലിഹി മാ തവല്ല, അവനെ നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ടുപോകും. ഏത് പേശ പാർട്ടിയും പെട്ടെന്ന് ഇടിയെന്ന് പറയില്ല. അവനെ നമ്മൾ അങ്ങനെ കുറച്ചൊന്ന് കൊണ്ടുപോകും. വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ, പിന്നെ അവനെ ജഹന്നമിലാണ് തള്ളു നമ്മൾ. അത് അവിടെ പാർക്കാൻ തീറ്റ പറ്റിയതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ സബീലുൽ മുഅ്മിനീൻ എതിരായി വന്നാൽ വളരെ അവൻ ഛർദ്ദിച്ചോളണം. അപ്പൊ ഇങ്ങനത്തെ വിഭാഗം വരുമ്പോൾ അതിനെ ശരിക്ക് രേഖാമൂലം ഗണ്ണിച്ചിട്ട് ഇവിടെ സുന്നത്തി ജമാഅത്ത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന് ഓരോ കാലഘട്ടത്തിൽ ആലിമീങ്ങളെ വാർത്തുവിടണം. എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട
ജാമ്യ നൂലിന്റെ മങ്കാല മഹാന്മാര് ഈ വിഷയം എടുത്തു. ഈ മഹത്തായ പ്രവർത്തനം ചെയ്തു പോരുന്നത് ഫർളൈനായ കാര്യം മദ്രസന്ന് പഠിച്ചു. ഫർള് കിഫയായ കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കണേ. ഇങ്ങനത്തെ ഒരു ഉലമാവിനെ വാർത്തിട്ടില്ലെങ്കിൽ ഇസ്ലാം നിലക്കൂല. ഇങ്ങനെയുള്ള ഇൽമി സ്ഥാപനങ്ങൾ ഇല്ലാത്തോടത്ത് പോയി നോക്കി വളരെയധികം പരാജയമാണ് അവിടെ. നിലോചിച്ച് നടക്കുക. ദാറൂദിലേക്ക് വരലുണ്ട്. എന്ത് ഞങ്ങളെ ബംഗാളിൽ ഇങ്ങനെയാണ്, ആസാമിൽ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് അറിയില്ലോ, തല ഞങ്ങൾ തരാം, നിങ്ങളൊന്നും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാണ്. അപ്പൊ ഇൽമും അതിന്റെ പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് അവരൊക്കെ ഒന്ന് ഖേദിക്കുക. അപ്പൊ ഈ സ്ത്രീകൾക്കുള്ള ഈ അലങ്കോലാവസ്ഥയിൽ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാവിനെ പരിഹസിച്ച് രംഗത്തിറക്കി പോകുന്നവന്മാരാണ്. പക്ഷെ ഇത് പുരുഷ കിട്ടാത്ത മട്ടത്തിൽ ഇപ്പൊ അവർക്കായി, എല്ലാവർക്കും ആയി. ഇപ്പൊ എല്ലാവരും പല അഭിപ്രായം പറയൽ വളർത്തി. ഇതെന്നതുകൊണ്ട് വരാൻ പോകുന്നത് ഞാൻ രണ്ടു വാക്കുകൂടി പറഞ്ഞിവിടെ അവസാനം. ഇനി അതൊക്കെ പുത്തനാശയക്കാരെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ തങ്ങൾ പറഞ്ഞ മാതിരി ഇവിടെ സമസ്ത പിളർന്നു പറഞ്ഞ് നടക്കണ കൂടി എത്തി പിളർന്നു എന്താ ഞങ്ങൾ വന്നോളാർന്ന് 2-3 ആളായിന്ന് ഇറങ്ങിപ്പോയാൽ നമുക്ക് പിളരുകയാണ്. ഒരു വേറൊരു സംഘടന ഉണ്ടാക്കി ഏതൊരു മേനോൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊള്ളിന്ന്. ഇത് നമ്മളെ സംഘടന എന്ന് പറഞ്ഞാൽ വരക്കുലുമല്ല പോയ തങ്ങൾ പോലത്തെ ഔലിയാക്കന്മാരുണ്ടാക്കിയതാണ്. മറ്റേത് അങ്ങനെ വേറൊന്നും ഉണ്ടാക്കി സമസ്ത പിളർന്നു എന്നതിന് പറയില്ല. സമസ്തന്ന് 3-4 ആളുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അത് ശരിയാണ്. അങ്ങനെ പോലെ ഫിത്തനയും ബസാദൊക്കെ ഇപ്പോൾ ഉണ്ടായപ്പം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തങ്ങളെ ഉറകൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങളെ ഉറകൾ നിരവധി ഇതുപോലത്തെ ഒരു യോഗത്തിൽ 1, 2 യോഗം 3 യോഗത്തിൽ വെച്ച് ആ വിഭാഗം അല്ലാഹു തആല അവരെ മുഖം കെടുക്കട്ടെ, അവര് പരാജയപ്പെട്ടു പോട്ടെ, നിങ്ങളാരും അവരെ സഹായിക്കരുത്, അവര് പറയുന്ന അത്തും പുത്തുമാവുന്നു. ഇത് കേൾക്കാത്ത ആളുകളോട് ആരാളുള്ളത്? അങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കവരെ അംഗീകരിക്കാൻ കഴിയില്ല. പൊള്ളേ അവർ പറയുള്ളൂ. ഇപ്പോൾ അങ്ങനെ തന്നെ ഇപ്പം പറഞ്ഞ് ആ മുടിന്റെ പ്രശ്നം കയറി ഇപ്പൊ കോടതിയിലെത്തി നോക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ഓരോ വിഷയം ഇനി മറ്റേ അതിന് എതിർകക്ഷിയെ നേരിടും. പച്ച പൊള്ളു പറയാം. അങ്ങനെ ഇങ്ങനെ ഒരു പള്ളിക്ക് തന്നെ ഒരു മുടിക്കൊരു പള്ളിന്റെ വർത്താനം ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് നാട് മുഴുവൻ ഉത്തമ കേന്ദ്രം തിരുകേശത്തിന് അങ്ങനെ പിരികൊടുത്തുള്ള എല്ലാ കടലാസുകളും മറ്റുള്ള കയ്യിലുണ്ട് താനും. ഞങ്ങളങ്ങനെ പള്ളിന്റെ വർത്താനം പറഞ്ഞിട്ടില്ല. അങ്ങനെ പള്ളിക്കൊരു പിരികൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഐദർ ശിഹാബ് തങ്ങൾ പറഞ്ഞ് ഇന്ത്യ അടുത്തൊന്ന് പിരിവെടുത്തുകണ്. അങ്ങനെ ഇന്ത്യ ഈ കടലാസ് കാട്ടിക്കൊടുത്ത് പല ആളെയും കളിച്ചാൻ പുറപ്പെട്ട ഞാൻ റിപ്പോർട്ട് കൊടുത്തു. ഇത് ശരിയായ അവസ്ഥ അല്ല, ഇനി വഞ്ചിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ട പൈസ ഒക്കെ മടക്കി കൊടുക്കണം. അപ്പൊ അവളപ്പം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നാ കൊടുക്കാന്ന്. അപ്പൊ പിന്നെ വാങ്ങിയിരുന്നാണ് അതിന്റെ അർത്ഥം. ഞങ്ങളത് വാങ്ങിയിട്ടില്ല എന്നല്ലല്ലോ അപ്പോൾ പറഞ്ഞത്, ഇങ്ങോട്ട് വന്നാ കൊടുക്കുന്നു. ഒരു അങ്ങോട്ട് ഇന്ന് വാങ്ങിയതാണ്, ന്യായത്തിനാണ് ഉള്ളിൽ കൊടുക്കണം. ഇങ്ങനെ നുണ പറഞ്ഞ് ഇനി കോടതിയിലെത്തും. ഇപ്പൊ നോക്കട്ടെ, നമുക്കിവിടെ കണ്ണിയത്തിന് തോയുണ്ട്, ഒരു പരാജയപ്പെടട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങൾ അടക്കം ഞാമീ ചൊല്ലി ഏത് കോടതി പോയാലും ഇതിനെ സംശയിക്കുന്ന ഒരു കോടതി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു യോഗം കൂടുമ്പം ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് എസുബൈസ് എന്നൊക്കെ പാടയിലാണ് വെച്ചാണ് അങ്ങനെ പരത്തി അങ്ങനെ പോകും. അതിപ്പം ബഹുമാന കണ്ണിയത്ത് ഉസ്താദിന്റെ ദ്വാരനെ കമച്ചൊക്കെ ആ ട്രെയിനിന് കഴിയുമെന്ന് സംശയമാണ്. അങ്ങനെ പല കോപ്പിരാട്ടിയും പോലീസൊക്കെ ചെയ്യിച്ചും. അതൊക്കെ നല്ല ഛർദ്ദിച്ച് നീങ്ങാൻ വേണ്ടി മാത്രം ഉപദേശിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.